الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ആദി ഔവൽ മൈദരായി പടച്ചു വച്ച മുഹമ്മദാ ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മക്ക മണ്ണിലെ താരമേ പതിറൗള വാഴുന്ന സൂനമേ ഇഷ്കറിയാതെ പാടിടും നീവർ സ്നേഹഗീതവും നൽകല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടും നീവർ ആശയായി ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടും നീവർ ആശയായി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹ്ശറാമന്നിൽ എത്തും നേരത്ത് കൈവിടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാമെങ്കിലും തങ്ങളെ കൈപിടിക്കണം സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ
മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം തീരുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവം, പ്രമേഹം, ഷുഗറതും അറ്റാക്ക്, ക്യാൻസർ മുഴുവനും അറ്റാക്ക്, ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം, കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബർക്കത്തിനാൽ റഹ്മത്ത് തായാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ മക്കൾക്ക് വേണ്ടി, ഒരു മരണപ്പെട്ട ഒരു സഹോദരന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മകൻ്റെ മെഡിക്കൽ ശരിയാവുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അസുഖങ്ങൾ ബാധിച്ച വല്യുമ്മ വല്യുപ്പമാർക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തുണിയൊക്കെ കഴുത്തരുന്ന അവർക്ക് വേണ്ടി പ്രത്യേകം ശരീരത്തിന് ആഫിയത്തിന് വേണ്ടി ഉസ്താദിന് മാത്രമല്ല ആര് പറഞ്ഞാലും അവർ ഹിദ്മത്ത് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരെ ആഗ്രഹം ശരീരത്തിന് എന്താണ് പിന്നെ ബുദ്ധിമുട്ടൊക്കെ മാറണം. അതുപോലെ തന്നെ പരിശുദ്ധമായ മക്കയിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സ്വഹാബത്ത് ഖിദ്മത്ത് ചെയ്തിരുന്നു അല്ലേ. സയ്യിദുൽ ഖാദിം എന്ന് പറയുന്നത് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ആണ്. 10 വർഷം സേവനം ചെയ്തതാണ്. അതുകൊണ്ട് മക്കയിൽ ഖിദ്മത്ത്, അതൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താലും അത് വലിയ ഖിദ്മത്താണ്, അത് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഒരാൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്തു കൊടുത്താലും അത് വലിയ അനുഗ്രഹമാണ്, അത് വലിയ നിഅമത്തായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഇനിയിപ്പോൾ 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു അവസരം കിട്ടൂല. നമ്മൾ നാട്ടിൽ പോയി ചെയ്യുന്നതിനെക്കാട്ടിയും എത്രയോ പ്രതിഫലം കൂടുതലാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ പിന്നെ പറയുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും എന്താണ്, അത് വലിയൊരു കാര്യമാണ്, വലിയ പുണ്യമായ കാര്യമാണ്. അല്ലാഹു തആല ഖിദ്മത്ത് എടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാണ്. എല്ലാവർക്കും സേവനം ചെയ്യുവാൻ നമ്മുടെ ഉസ്താദന്മാർ അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ ജോലി എടുക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല തിരഞ്ഞെടുത്തവരാണ്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, പനി വന്നവരെ സഹായിക്കുക, അതുപോലെ തന്നെ ലിഫ്റ്റിൽ കയറാൻ സഹായിക്കുക, ഇതൊക്കെ സഹായം. പ്രത്യേകിച്ച് മക്കയിലും മദീനയിലുള്ള സഹായങ്ങൾ വലുതാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ 5ാമത്തെ ഉംറ ചെയ്യാം. നാളെ ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഹുദൈബിയയിൽ പോവും. അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് വരും, നേരെ ഹറമിൽ വന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, ഉംറ ചെയ്യും, 5ാമത്തെ ഉംറ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൊവ്വാഴ്ച രാത്രിയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനത്തിലോട്ട് പോകും. പരിശുദ്ധമായ മദീന ത്വയ്യിബയിലോട്ട് നമ്മൾ യാത്രയാവും ഇൻഷാ അല്ലാഹ്. വളരെ കുറഞ്ഞ സമയങ്ങളാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ് ഈ സമയം വരെ കഴിഞ്ഞതുപോലെ ഇനിയും വളരെ ആവേശത്തോടെ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ കുടുംബത്തെ പോലെ വളരെ സ്നേഹത്തോടു കൂടെ, വളരെ ഐക്യത്തോടു കൂടെ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ വന്നിട്ട് എത്ര ദിവസമായി? ഞായറോട് ഇന്നിപ്പോൾ 8 ദിവസമായി. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾ, ഇനി ഒരു കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളും വളരെ റാഹത്തായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ കഴിയുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലുപരി നല്ല ഇബാദത്തുകൾ എടുക്കുവാൻ, പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മട്ടം പോലെ നമുക്ക് പള്ളിയിലും മറ്റു കാര്യങ്ങൾക്ക് ഇബാദത്തിൽ പങ്കെടുക്കാം. അങ്ങനെ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ല് നിവാസികൾക്ക് വേണ്ടി നമ്മൾ വരുമ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഹല്ലിലുള്ള ഒരുപാട് മിനാത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ അതാത് നാടുകളിലുള്ളവർ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മളെല്ലാവരും കഅബ കണ്ടവരാണ്, പ്രത്യേക ഹജറുൽ അസ്വദ് തൊട്ടവരാണ്, മുത്തിയവരാണ്, കഅബയുടെ കില്ല പിടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് അല്ലേ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾക്ക് ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക, ദുആ ചെയ്യുക. ശേഷിക്കുന്ന സമയങ്ങളും അതുപോലെ ആത്മാർത്ഥതയോടുകൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. തിബ്ബിൽ ഖുലൂബി വദവായിഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വളിയായിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم أولا منا إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرة الشيخ ولي الله بن محي الدين البكري والنخشبندي قدس الله سره العزيز ثم إلى حضرة الشيخ محمود البكري قدس الله سره العزيز ثم إلى حضرة شيخنا وأستاذنا يا مولانا نور الله مرقدا ثم إلى حاتبان الباقيات الصالحات شاه عبد الوهاب القادري قدس الله سره العزيز ابنه ضياء الدين القادري قدس الله سره العزيز ثم إلى حضرة الشيخ عبد القادر الجيلاني قدس الله سره العزيز ثم إلى الحاجة معين الدين الجشتي الأجميري قدس الله سره العزيز ثم إلى حضرة من ماتوا منا يا رب العالمين ثم إلى حضرة الشهيد سلطان سيد إبراهيم بعض الشاعر بدي قدس الله سره العزيز ثم إلى حضرة السيد أبو طاهر يربدي قدس الله سره العزيز ثم إلى هذا السيد هبة الله البخاري قدس الله سره العزيز. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم يا رب العالمين. കരുണയുള്ള പടച്ചവനെ, കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം പരിശുദ്ധമായ കഅബാലയം കണ്ടവരാണ്. പരിശുദ്ധമായ കഅബാലയത്തെ ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചവരാണ്. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ പാഴാക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുആഇനെ നീ തള്ളല്ലേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ അസുഖം അല്ലാഹുവേ, ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളോട് നീ കരുണ ചെയ്യണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളോട് നീ കൃപ ചൊരിയണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ സംഘത്തിലുള്ള എല്ലാവരുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ റബ്ബേ, ആ മക്കളെ എല്ലാം നീ ഉന്നതരാക്കണേ തമ്പുരാനെ. വിജയങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അസുഖം ബാധിച്ച വയോവൃദ്ധരുണ്ട്, ഉപ്പമാർ ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. മുസ്തമിറായ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ റബ്ബേ, മക്കളുടെ മെഡിക്കൽ ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ യാ അല്ലാഹ്, അതുപോലെ പലവിധ ആഗ്രഹങ്ങളായി ദുആ ചെയ്യാൻ പറഞ്ഞവർ റബ്ബേ, എല്ലാവരുടെ സദുദ്ദേശങ്ങളും നീ നടത്തണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മഹല്ല് നിവാസികൾ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരെയും ഈ പരിശുദ്ധമായ ഭൂമിയിൽ എത്തിക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മഹല്ലിനെ നീ വളർത്തണേ അല്ലാഹ്. അടച്ച റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ നിന്നും വന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞവർ, അതാത് നാടുകളിൽ ദുആരക്കാൻ പറഞ്ഞവർ റബ്ബേ, അതാത് സ്ഥലങ്ങളിൽ അയൽവാസികളിൽ കുടുംബങ്ങളിൽ ദുആ ചെയ്യാൻ പറഞ്ഞവർ റബ്ബേ, എല്ലാവരെയും നീ പരിഗണിക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹക്ക് കൊണ്ട് നീ പരിഗണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം എത്രയോ ഉന്നതമാണല്ലോ റബ്ബേ, ഈ സ്ഥലം എത്രയോ മഹിതമാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, നീ കൈവിടല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾ ഹാഫിളീങ്ങളാകുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ റബ്ബേ, കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, പരിശുദ്ധമായ ഉംറയ്ക്ക് വരാൻ ആഗ്രഹമുള്ളവർ റബ്ബേ, എല്ലാവരെയും നീ എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹുവേ, ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികൾ അല്ലാഹുവേ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ആമീൻ പറയുന്നവർ, ഇവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു റബ്ബേ, നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം ദുആ ചെയ്യാൻ, ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു റബ്ബേ, എല്ലാവരുടെ ഖബറിനെയും നീ വിശാലമാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഈ ദുആഇനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഈ ദുആഇനെ നീ പരിഗണിക്കണേ തമ്പുരാനെ. റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.